ചേട്ടന്റെ പേരെന്താ? മധു. മധു. ചേട്ടൻ എന്താ വർക്കായിരുന്നത് മുമ്പ്? ഞാൻ ഇതിന്റെ ആർട്ട് വർക്ക് പഠിച്ചതാണ്. ഞാൻ ഫൈനാൻസ് പഠിച്ചത്. ചേട്ടൻ ഇപ്പൊ എന്താ വർക്കിന് പോവാത്ത? ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അപ്പൊ ശ്രീചിത്രയില് സർജറി ചെയ്യേണ്ടി വന്നു. അപ്പൊ പിന്നെ അതിന് റെസ്റ്റ് വേണം. നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാനും പിടിക്കാനൊന്നും പറ്റൂല. അപ്പൊ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ജോലിയുള്ളതായിരുന്നു. നമ്മൾ കംപ്ലീറ്റ് വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് സെറ്റിട്ട് കൊടുക്കണം. സെറ്റിന് നമ്മൾ കൂടെ നിൽക്കണം, ഉറക്കൊഴിയണം. രാവിലെ ഇന്ന് പോയാൽ ഒരു മാസം 2 മാസം കഴിഞ്ഞ് വരാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ ഈ അസുഖത്തിന് അത് പറ്റൂലല്ലോ. ആരോഗ്യം വളരെ പെട്ടെന്ന് ഇതായി. ഞാൻ ആറ്റിങ്ങിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് വന്നത്. പിന്നെ അവിടെ നേരെ ശ്രീചിത്രയിലേക്ക് മാറ്റി. അവിടെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സർജറി നടത്തി. അപ്പോൾ പിന്നെ അത് തന്നെ ഒരു 3 വർഷമായി. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇതിലേക്ക് അങ്ങനെയാണ് ഒരു ചെറിയ കട തുടങ്ങി. എനിക്ക് പാളയത്തൊരു കട ഉണ്ടായിരുന്നു. അത് ഫ്ലവറില്ലേ, മറ്റേ ബാംഗ്ലൂർ ഫ്ലവറില്ലേ. അപ്പോൾ ഈ വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കട അതൊക്കെ വിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരെ ഇപ്പോൾ എന്നെക്കൊണ്ട് ഇപ്പം നമുക്ക് ഒന്നും പിടിക്കാനോ കവർ ചെയ്യാനോ കൊടുക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് പറ്റൂല. പക്ഷേ നമുക്ക് കുറേ പേരെടുത്തെങ്കിലും നമുക്കിതൊക്കെ ഒന്ന് എത്തിക്കാൻ പറ്റിയ അത് വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കടയിൽ കയറാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. ചേട്ടന്റെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയാ? ഓക്കെ അല്ല അല്ലേ? വീണ്ടും ശ്വാസം മുട്ടൽ വന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹാർട്ടിന്റെ പ്രശ്നമില്ല. വീണ്ടും പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു. അങ്ങനെ PRS കൊണ്ടുപോയി. അപ്പൊ ഞാനിപ്പോ വർക്കിന് പോയി. ഇന്നലെ വർക്കിന് പോയി. പക്ഷേ ചാനലിന്റെ മിക്കതും ചെയ്തു. അത് നമ്മളത് ഇപ്പൊ അവര് പൈസ കുറവാണ് അല്ലേ? മുമ്പത്തെ പോലെ ചേട്ടൻ ഇതുകൊണ്ട് എങ്ങനെ ലാഭം ഉണ്ടോ അതോ എങ്ങനെ? നമുക്ക് നമ്മളെ കഴിവിനനുസരിച്ചല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ലാഭമുണ്ട്. മെയിനായിട്ട് ചേട്ടാ ഈ മുട്ട സ്റ്റോപ്പ് ചെയ്യാൻ കാര്യം മുട്ടയുടെ ബിസിനസ്. അങ്ങനെ ഞാൻ വർക്കിന് പോയിട്ട് കണ്ടു. അങ്ങനെ ഞാൻ ചെയ്തത്. പക്ഷെ അത് നല്ല സക്സസ് ആയിരുന്നു. പക്ഷെ ചേട്ടൻ ഇപ്പൊ ആരോഗ്യം ശരിയല്ലാത്തത് കൊണ്ട് 1 മണിയൊക്കെ വീട്ടിൽ പോകുമ്പോഴേ 1 മണി രാത്രി ഇതൊക്കെ ഒതുക്കിയിട്ടൊക്കെ പോകുമ്പോ 1 മണിയാണ്. ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ മദ്യം കഴിക്കുന്നവരാണ് ഈ മുട്ട. അപ്പൊ അവരെയൊക്കെ വൈകുന്നേരം വരുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. പിള്ളേരില്ല. കുഞ്ഞുങ്ങളില്ല. വൈഫിന് ഈ ബാങ്കിൽ ജോലി.
ഏത് ബാങ്കിലാ? ഇവിടെ ഉണ്ടോ? അപ്പൊ വൈഫ് ഉണ്ടോ ഇവിടെ? വൈഫ് ഇതിന്റെ ഉയരുന്ന് 6 മാസത്തിന് മുമ്പ് 3ാമത്തെ നിലയിൽ താഴെ കിട്ടും. അങ്ങനെ ഇടുപ്പല്ല് മാറ്റി വയ്ക്കേണ്ടി വന്നു. വീണ്ടും 2ാമത്തെ ഇടുപ്പല്ലും മാറ്റണം. ഇന്നും ലീഗളെ അതും ഒരുപാട് ഒരുപാട് പൈസയായി. അല്ല 10 അടിപൊളിയാണ് കേട്ടോ. ഇതുവഴി പോകുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഇങ്ങനെ ഉള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഹെൽപ്പ് ചെയ്യണം. അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഇതുവഴി പോകുന്നവർ തീർച്ചയായിട്ടും ചേട്ടൻ്റെ കടയിൽ കയറാനായിട്ട് മറക്കരുത് കേട്ടോ. നല്ല ജ്യൂസും കുടിക്കാം, ഹാപ്പി ആയിട്ട് പോകാം. എന്തായാലും നിങ്ങൾ ഈ വഴി പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിൽ കയറുക, ചേട്ടൻ്റെ ഈ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾക്ക് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ഉള്ള ഹെൽപ്പ് എന്തായാലും നമ്മൾ ചെയ്യണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് നാളെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, എന്ത് സിറ്റുവേഷൻ ആണെന്നും നമുക്കറിയില്ല. സോ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ഓക്കെ.